അനൂപ് ജേക്കബും മാണി സി കാപ്പനും അതൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. ഇവരിൽ ഒരാൾ ഇനി ടേം വ്യവസ്ഥയ്ക്ക് ഉള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? അങ്ങനെ ഒരു ഫോർമുലയാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അനൂപ് ജേക്കബും അതുപോലെ തന്നെ മാണി സി കാപ്പനും, ആദ്യം അനൂപ് ജേക്കബിനും പിന്നീട് മാണി സി കാപ്പനും മന്ത്രിസ്ഥാനം എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുല. കാരണം ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ മന്ത്രിസ്ഥാനം നൽകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ അതിന് അനൂപ് ജേക്കബിന് അതിലൊരു സംതൃപ്തിയില്ല. മുഴുവൻ സമയം മന്ത്രിസ്ഥാനം വേണമെന്നുള്ളതാണ് അനൂപ് ജേക്കബ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു പ്രാതിനിധ്യം മന്ത്രിസഭയിൽ തന്റെ വിഭാഗത്തിന് വേണമെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിൽ മാണി സി കാപ്പനെ എങ്ങനെയാണ് പിന്നെ ഈ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ചോദ്യമായി വരികയും ചെയ്യുന്നത്. മാണി സി കാപ്പനും അതിൽ പിന്നോട്ടില്ല എന്നുള്ള കാര്യം കൂടി അറിയുന്നുണ്ട്. ഇപ്പോൾ KPCCയിൽ മാണി സി കാപ്പനും അതുപോലെ തന്നെ വിശദാംശങ്ങൾ നമുക്ക് കൂടുതലായി എടുക്കേണ്ടതുണ്ട്. അനൂപ് ജേക്കബിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം മന്ത്രിസഭയിൽ ടേം വ്യവസ്ഥയിലാണ് നിലവിൽ അനൂപ് ജേക്കബിന് മുന്നിലുള്ളത്. എന്നാൽ ടേം വ്യവസ്ഥ അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. തുടർന്നാൾ അനൂപിനെ ഇന്ദിരാഭവനിലേക്ക് വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. റിനു ശ്രീധർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. റിനു, ഇനിയുള്ളത് ഈ ടേം വ്യവസ്ഥയാണ്. ഒരുപക്ഷെ അദ്ദേഹം അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റു നീക്കങ്ങൾ അത് എങ്ങനെയാകും എന്നുള്ളതും പ്രധാനമല്ലേ? വർഷ, ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നാളെയും ചർച്ച തുടരുമെന്നുള്ളതാണ് അല്പസമയത്തിന് മുമ്പ് പുറത്തേക്ക് വന്ന AICCയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മാധ്യമങ്ങളോട് പറഞ്ഞത്. നാളെ 2 മണിക്ക് ഗവർണർക്ക് പട്ടിക നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ നിലവിൽ ഒരു തരത്തിലുള്ള സമവായത്തിലേക്കും എത്തുവാൻ വേണ്ടി UDF ആയിട്ടില്ല എന്നുള്ളതാണ്. പ്രധാനമായും ഘടകകക്ഷികളുടെ കാര്യത്തിലാണ്. അനൂപ് ജേക്കബ് അതുപോലെ തന്നെ മാണി സി കാപ്പൻ എന്നിവർക്ക് ടേം വ്യവസ്ഥയാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവർ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്പസമയം മുമ്പും അനൂപ് ജേക്കബ് എത്തി ഇവിടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ചർച്ച തുടരും, സമവായമായില്ല, നാളെയും ചർച്ചയുണ്ടാകുമെന്നുള്ള പ്രതികരണം നടത്തി പിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മാണി സി കാപ്പൻ നേരത്തെയും KPCC ആസ്ഥാനത്ത് എത്തിയിരുന്നു. ഇന്ന് കന്റോൺമെന്റ് ഹൗസിൽ എത്തുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഘടകകക്ഷികളെ അനുനയിപ്പിക്കാൻ ഇതുവരെയും കോൺഗ്രസിനായിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം 8 മന്ത്രിമാരെ കോൺഗ്രസ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തിയിട്ടുണ്ട്. ഇനി എന്ത് എന്നുള്ളതാണ്. ജോസഫ് വിഭാഗത്തിനെയും അനുനയിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം 2 മന്ത്രി സ്ഥാനമാണ് അവർ ചോദിക്കുന്നത്. അതിൽ 1 നൽകാം, 1 ഡെപ്യൂട്ടി സ്പീക്കറോ ചീഫ് വിപ്പോ പദവി നൽകാം. പക്ഷെ അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ജോസഫ് വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് PJ ജോസഫ് അടക്കം ഇന്ന് കന്റോൺമെന്റ് ഹൗസിലെത്തി VD സതീശനുമായി നിയുക്ത മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും മഞ്ഞുരുകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും തുടരുക. ഈ മഞ്ഞുരുകുന്നില്ല എന്ന് പറയുമ്പോഴും മന്ത്രിസഭാ രൂപീകരണത്തിൽ നാളെ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.